ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 51 റിവ്യൂ. അഭിലാഷും ബിന്നിയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ബിന്നി പറയുന്നു, ഇവിടെയുള്ള ലവ് ട്രാക്കാണ് ആര്യൻ്റെയും ജിസൈലിൻ്റെയും ഫ്രണ്ട്ഷിപ്പ്. രാവിലെ തന്നെ അനീഷിനോട് നെവിൻ പറയുന്നു, എൻ്റെ പിണക്കം മാറിയിട്ടില്ല, അതെൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം ഞാനത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നെവിൻ. അടുത്തത് നോമിനേഷനായിരുന്നു. തൊപ്പി ടാസ്കിൽ വിജയിച്ചത് മൂലം ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയ നൂറയെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ സാധിക്കില്ല. നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാം. നൂറ അങ്ങനെ ചെയ്തത് അക്ബറിനെയാണ്. അക്ബർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, മാനിപ്പുലേഷൻ ചെയ്യുന്നു, കളിയാക്കി സംസാരിക്കുന്നു, ഒരാളുടെ സങ്കടങ്ങളിൽ കുത്തി നോവിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അക്ബറിനെ ഡയറക്റ്റ് നോമിനേഷനിൽ എത്തിച്ചത് നൂറ. കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഇന്ന് കൺഫെഷൻ റൂമിലും, കൺഫെഷൻ റൂമിൽ ചെയ്തവർ ഇന്ന് ഓപ്പൺ റൂമിലും ഓപ്പണായിട്ട് പറയാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിയുകൊണ്ട് അനീഷിന് നോമിനേഷൻ ചെയ്യാം. അനീഷ് ഓപ്പൺ നോമിനേഷനാണ് സ്വീകരിച്ചത്. ആദിലയെ ആണ് അനീഷ് ആദ്യം നോമിനേറ്റ് ചെയ്തത്. നെവിനെ പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തുന്ന പ്രശ്നമാണ് ആദില എടുത്തിട്ടതെന്ന് അനീഷ്. അടുത്തത് നോമിനേഷൻ ചെയ്തത് ലക്ഷ്മിയാണ്. തന്റെ നോമിനേഷൻ പവർ തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു ലക്ഷ്മി എന്ന് അനീഷ്. ആദില കൺഫെഷൻ റൂമിൽ പോയി പറഞ്ഞത് ജിഷിന്റെയും അനീഷിന്റെയും പേരാണ്. വളച്ചൊളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നാണ് അനീഷിനെ പറ്റി പറഞ്ഞത്. അനീഷ് പറഞ്ഞതിന്റെ പകരമായിട്ടാണ് ആദില പറഞ്ഞതെന്നാണ് തോന്നിയത്. ജിഷിനാകട്ടെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ പ്രീതി സമ്പാദിക്കാൻ നോക്കുന്നു എന്ന് ആര്യൻ അനീഷിനെയും ബിന്നിയുമാണ് പറഞ്ഞത്. ബിന്നി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. അനീഷിന്റെ ഗെയിമാകട്ടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അനീഷ് ഇപ്പോൾ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടോ എന്ന് ജിഷിൻ അനിമോളെയും സാബുമാനെയാണ് പറയുന്നത്. സാബുമാൻ ആക്റ്റീവ് അല്ലെന്നും അനിമോളാകട്ടെ ഇപ്പൊ പഴയതുപോലെ ആക്റ്റീവ് അല്ലെന്നുമാണ് ജിഷിൻ പറയുന്നത്. സാബുമാൻ ജിഷിനെയും അനീഷിനെയുമാണ് പറയുന്നത്. ജിഷിൻ ഭക്ഷണത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നും ഗ്രൂപ്പ് കളി തുടങ്ങിയിരിക്കുന്നുവെന്നും അനീഷ് എന്ന് സാബുമാൻ. ഷാനവാസുമായിട്ടുള്ള സൗഹൃദം അനീഷിന് പണി കിട്ടുമോ? ബിന്നി ജിസൈലിനെയും ആര്യനെയുമാണ് പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് കോംബോയായിട്ടാണ് രണ്ടുപേരും കളിക്കുന്നതെന്ന് ബിന്നി. അഭിലാഷ് ആര്യനെയും ലക്ഷ്മിയെയുമാണ് പറഞ്ഞത്. ലക്ഷ്മി ആക്റ്റീവ് അല്ലെന്നും ആര്യനാകട്ടെ ജിസൈലിന്റെ അടിമയായിട്ടാണ് പെരുമാറുന്നതെന്നുമാണ് അഭിലാഷ് പറഞ്ഞത്. ഒണിയിൽ ജിഷിനെയും ഷാനവാസിനെയുമാണ് പറഞ്ഞത്. ഷാനവാസ് ആകട്ടെ നെവിനുമായിട്ട് ഡയറക്റ്റ് സോറി പറഞ്ഞിട്ടില്ലെന്നും ജിഷിനാകട്ടെ ഫുഡിന്റെ കാര്യത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും ഒണിയൽ. ഷാനവാസ് ബിന്നിയെയും അഭിലാഷിനെയുമാണ് പറഞ്ഞത്. ബിന്നി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ കഥയുണ്ടാക്കുന്നു, അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു. അഭിലാഷ് ആകട്ടെ ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്ന് ഷാനവാസ് ആതിരയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ബിന്നി ആതിരയ്ക്കെതിരെ പറഞ്ഞപ്പോൾ കൈയടിച്ച ആളാണ്. ഇപ്പോൾ രണ്ടുപേരും ഒന്നു ചേർന്നപ്പോൾ ബിന്നി ശത്രുവായി. ഇതാണ് ഷാനവാസിന്റെ ഗെയിം. ജിസൈൽ അഭിലാഷിനെയും ബിന്നിയുമാണ് പറഞ്ഞത്. അഭിലാഷ് ഗ്രൂപ്പ് കളിക്കുന്നുവെന്നും ബിന്നി ആകട്ടെ മറ്റുള്ളവരുടെ വഴക്കിൽ കൂടി ചേർന്ന് തന്റേതായ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്നുവെന്നും നെവിൻ ഷാനവാസിനെയും ആദിലയുമാണ് പറയുന്നത്. ഷാനവാസ് മാനിപ്പുലേഷൻ സ്കില്ലുള്ള ആളാണെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വ്യക്തിഹത്യ ചെയ്യുന്നുവെന്നും ആദില ആകട്ടെ ഇപ്പോൾ പറയുന്നതല്ല പിന്നീട് പറയുന്നത്, നാളെ പറയുന്നതും രാത്രി പറയുന്നതും വ്യത്യാസമുണ്ടെന്നും നെവിൻ. അനിമോൾ ലക്ഷ്മിയും സാബുമാനും ആക്റ്റീവ് അല്ലെന്ന് പറയുന്നു. അക്ബർ ജിഷിനെയും അനീഷിനെയും പറയുന്നു. ജിഷിൻ നോൺ വെജിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നും അനീഷ് ആകട്ടെ നെവിന്റെ കാര്യത്തിൽ ഷാനവാസിന്റെ മാത്രം കൂടെ നിന്നു. ലക്ഷ്മി ജിസൈലെയും ജിഷിനെയാണ് പറഞ്ഞത്. ജിസൈൽ സെൻസിറ്റീവ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പതറുന്നു. ജിഷിനാകട്ടെ ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന അക്ബർ 2 വോട്ട് നേടിയ ആര്യൻ, ജിസൈൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ് 3 വോട്ട് നേടിയ ലക്ഷ്മി, ബിന്നി 4 വോട്ട് നേടിയ അനീഷ്, 5 വോട്ട് നേടിയ ജിഷീൻ എന്നിവരാണ് നോമിനേഷന് വന്നത്. അടുത്തത് മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷനായി ആസിഫ് അലി, അർജുൻ, ജിത്ത് ജോസഫ് എന്നിവർ വന്നു. മിറാഷിന്റെ ട്രെയിലർ കാണിച്ചിട്ട് ഒരു കഥയുണ്ടാക്കി പറയാൻ ബിഗ് ബോസ് അവരോട് ആവശ്യപ്പെട്ടു. അനീഷിന്റെയും ഷാനവാസിന്റെയും ടീമുകൾ പറഞ്ഞ കഥയാണ് ജിത്ത് ജോസഫിന് ഇഷ്ടപ്പെട്ട് അവർക്കതിന് സമ്മാനം കിട്ടുകയും ചെയ്തു. അനീഷ് ആദിലയുടെ പേർ നോമിനേഷന് കൊടുത്തതിൽ പിന്നെ വെറുതെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ ആദില. അനീഷ് അത് കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അനീഷിനെ മാത്രമല്ല പ്രേക്ഷകരെയും ആദില വെറുപ്പിക്കുന്നുണ്ട്. വേസൽ ടീമിന്റെ ക്യാപ്റ്റനായ അനീഷ് പറയുന്നത് അനുസരിക്കാൻ ആദിലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളും ചുമ്മാ എതിർത്തുകൊണ്ടിരിക്കുന്നു. ആദില ക്യാപ്റ്റനാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അനീഷ് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷ് ക്യാപ്റ്റനാകുമ്പോൾ ആദില ഒട്ടും അനുസരിക്കുന്നുമില്ല, പണി ചെയ്യുന്നുമില്ല, അനീഷിനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആദില മാത്രമല്ല ജിഷിനും അനീഷ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. ജിഷിനും എസ് ടീമിലുള്ളതാണ്. മെയിൻ ക്യാപ്റ്റനായ ഒണിലിനോട് അനീഷ് ചെന്ന് കംപ്ലൈന്റ് പറയുന്നൊക്കെയുണ്ട്. ഇതിനിടയ്ക്ക് ജിസൈൽ അനീഷിനെ പാത്രം കഴിയുന്നിടയ്ക്ക് ഡാൻസ് പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. അടുത്തത് BB അവാർഡായിരുന്നു. പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന ആള് ഇതിന് അവാർഡിന് അർഹനായത് നിവിനാണ്. നിവിനൊരു സന്തോഷമൊക്കെ ഉണ്ടായി. പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളിനുള്ള അവാർഡ് നേടിയത് ലക്ഷ്മിയാണ്. പുറത്തിറങ്ങിയ ആളുകൾ ചൂലുകൊണ്ട് അടിക്കുന്ന അവാർഡിന് നേടിയതും ലക്ഷ്മിയാണ്. ഉദ്ഘാടനങ്ങൾ കിട്ടാൻ പോകുന്ന ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനിമോളായിരുന്നു. ആരെ വിളിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികളായി തിരഞ്ഞെടുക്കപ്പെട്ട് അനീഷും അക്ബറും ഷാനവാസുമായിരുന്നു. ഏറ്റവും പ്രപ്പോസലുകൾ കിട്ടാൻ സാധ്യതയുള്ള ആളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാബുമാനായിരുന്നു. പുറത്തിറങ്ങിയ തലയിൽ മുന്നിട്ട് നടക്കാൻ സാധ്യതയുള്ള ആൾ എന്നുള്ള അവാർഡ് കിട്ടിയത് ഷാനവാസിനായിരുന്നു. BB ട്രെയിനിങ് അക്കാദമി തുടങ്ങാൻ സാധ്യതയുള്ള ആളായിട്ട് കിട്ടിയതും അനീഷിന്. ഫാഷൻ ഐക്കണായിട്ട് ജിസൈലും
ട്രെൻഡ് സെക്ടറായിട്ട് നിവീനും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ലോൺ പോലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ആളായിട്ട് ജിഷിനും കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന ആളായിട്ട് അനുമോളും പുറത്തിറങ്ങിയ ആരാധകരാൽ ചുറ്റപ്പെടാൻ സാധ്യതയുള്ള ആളായിട്ട് അനീഷും ഈ അവാർഡിന് ശേഷം ഒരവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരായിട്ട് ആര്യൻ, ആദില, ഒണിയൽ, ബിന്നി, അനീഷ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രിയേറ്റീവ് ഹെഡായിട്ട് ഒണിയലും മഞ്ഞപ്പത്തം തുടങ്ങാൻ യോഗ്യതയുള്ള ആളായിട്ട് അക്ബറും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനുശേഷം സാബുമാനും ഒണിയലും അഭിലാഷും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ആര്യൻ ജിസൈലിന്റെ വെറുമൊരു അടിമയാണെന്നും ജിസൈൽ ചെയ്യാൻ മടിക്കുന്ന തുണി കഴുകാനും പാത്രം കഴുകാനും വാഷ്റൂം കഴുകാനുമൊക്കെയാണ് ആര്യനെ ജിസൈൽ ഉപയോഗിക്കുന്നുവെന്ന് അവർ. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അനീഷിന്റെയും ജിഷിന്റെയും അക്ബറിന്റെയൊക്കെ മുഖത്ത് ഷേവിംഗ് ക്രീം ഒഴിക്കുന്നു ആദില. ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കൊക്കെ ഇത് തമാശയാണെങ്കിലും ബാക്കിയുള്ളവർക്കും പ്രേക്ഷകർക്കും ഇത് അത്ര തമാശയായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി ആരും എടുക്കാതെ പാൽ കവറുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നത് കാണാം. കിച്ചൺ ക്യാപ്റ്റന്റെ ഒരു കഷ്ടപ്പാട് ബിന്നി പറയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.